നല്ലോണം അടിച്ചിട്ടുണ്ട്. നല്ലതല്ലോ അല്ല, ഒരു റൗണ്ട് ജയിച്ചല്ലോ ഫസ്റ്റ് റൗണ്ട്. എല്ലാ മഞ്ചന്മാർക്കും മഞ്ചത്തിമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചലഞ്ചാണ് കേട്ടോ. ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലന്റ് ഫുഡ് ഈറ്റിംഗ് ചലഞ്ച്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താടി, ലേസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലേസ് നമുക്കറിയാം എങ്ങനെ കഴിച്ചാലും സൗണ്ട് കേൾക്കും, ഉറപ്പല്ലേ? അപ്പം ആ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ അടിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴാണോ കടിച്ച് സൗണ്ട് പൊട്ടിക്കുന്നത്, സൗണ്ട് പൊട്ടിക്കുന്നതല്ല, സൗണ്ട് കേൾക്കുന്നത് അന്നേരം മൊത്തിക്കിട്ടടിക്കും കേട്ടോ. എങ്ങനെ ഇങ്ങനെ അടിക്കും, ഇങ്ങനെ അടിക്കും, അങ്ങനെ മുത്തിക്കിട്ടടിക്കും കേട്ടോ. അപ്പോൾ സൗണ്ട് എപ്പോഴാണോ കേൾക്കുന്നത് അന്നേരം അടിക്കും. അപ്പോൾ ഇത് എത്ര റൗണ്ടാണ്? 10 റൗണ്ട് കേട്ടോ. 10 റൗണ്ടും ഇവള് തന്നെ സൗണ്ട് ഉണ്ടാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് പറയുന്നത് ഇങ്ങനെ അടിക്കും, ഇങ്ങനെ അടിക്കും. നല്ല വേദനയുണ്ട് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് നല്ല വേദനയാണ്. രാവിലെയാണ്, തണുപ്പൊക്കെ ആയതുകൊണ്ട്. അപ്പം പൊട്ടിച്ചിട്ടുണ്ട് സാധനം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇവളുടെ ചാൻസ്. അല്ലാതെ തന്നെ അടി കിട്ടുമായിരുന്നു. ഓക്കെ, ഞാൻ കഴിക്കുവാണേ. എന്താ എടുത്തിരിക്കുന്നത് ഒരുമാതിരി പരിപാടി അല്ല. ഓക്കെ, ഞാൻ ഇതിലെടുത്തേ, നിനക്ക് ഞാൻ എടുത്തു തരാം. ഓക്കെ, അതായത് എത്ര റൗണ്ടാണുള്ളത്? 10 റൗണ്ടാണ് കേട്ടോ. ഓക്കെ, ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. നോക്കിയോ, അതിൻ്റെ കൂടെ പല്ലും കൊണ്ടും പോയിട്ടുണ്ടോ? എന്ത് സാധനം ഇത്? വെല്ലം എടുക്കണം. ഞാൻ വെല്ലം എടുത്തു, നീ വെല്ലം എടുക്കണം. ഇതെന്ത് ഇത്? ഇത് വേറെ കൂടായിപ്പോട്ടെ, ഇത് വേറെ കൂടായിപ്പോ. ഞാൻ എടുക്കാം. ടൈം ഉണ്ടേ, ഞാൻ 10 വരെ എണ്ണം കൂടി ചെയ്യാം കേട്ടോ. അങ്ങനെയാണോ? ഇല്ലേ, ഒരുപാട് സമയം ഇങ്ങോട്ട് പിടി, തല ഇങ്ങോട്ട് പിടി. കേൾക്കണം, ക്യാമറ കേൾക്കണം. ഇതിപ്പോൾ ഞാൻ മിസ്സായാലും ഓഡിയൻസ് കേൾക്കണം. ഓഡിയൻസ് കേട്ടിട്ട്, ഇത് കാണുന്നവർ കേട്ടിട്ട് പറയണം കേട്ടോ, ഇതെന്തെങ്കിലും ഉടായ്പുണ്ടോന്ന്. ഇവളെന്തെങ്കിലും ഉടായ്പ ചെയ്യാൻ സാധ്യത ഉണ്ടാവില്ല. ഇവള് വിചാരിക്കുന്നതല്ലേ ചിലപ്പോൾ ഉടായ്പ ചെയ്യും. നോക്കാം നമുക്ക്. ആ പൊട്ടി 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 അത് കിട്ടിയില്ല. അടിച്ചിട്ട് പോയ പണ്ടാ കിടക്കാനായിട്ട് അത് ശരിക്കും കിട്ടിയില്ല. കൈ മിസ്സായിപ്പോയി. ഒരുമാതിരി പരിപാടി പോയി. ഇതാ അടുത്തത് ഇതൊരുമാതിരി തന്നെ. ഇതന്നാടി ഒരു അപ്പത്തിന്റെ സൈസ് ഉണ്ടല്ലോ. മൊത്തിക്കരി വേണ്ടായിരുന്നു. 10 വരെ എണ്ണം കേട്ടോ. ഇപ്പൊ എത്ര ഉണ്ടായി? ഓ കറക്റ്റ്, അടിയുടെ എണ്ണം ഓർത്ത് വെച്ചേക്കുവാണ് സാധനം. ഇങ്ങോട്ട് വയ്ക്കാം. അത് നമുക്ക് ക്യാമറയ്ക്ക് കേൾക്കട്ടെ. നമുക്ക് കാണുന്നവർ എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ നോക്കാം നമുക്ക്. മഴ പെയ്യുന്നുണ്ടേ. മഴയത്താണ് ഈ ചലഞ്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ മഴയുടെ സൗണ്ട് കൂടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഡിഫിക്കൽട്ടാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ട് പിടി, ക്യാമറ കേൾക്കട്ടെ. മഴയായതുകൊണ്ട് സൗണ്ട് കേൾക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഒരുമാതിരി മറ്റേ പിടിപ്പ്. ഞാൻ കടിച്ചു പൊട്ടിക്കുമ്പോൾ മാത്രം മഴയില്ല, ഇവിടെ ഉള്ളപ്പോൾ മഴയും. എന്നാൽ ചെവിയും കേട്ടുകൂടാ. ശരി, എന്തായി? പിന്നെ തീരാനായി കേട്ടോ. തിരുമാതിരി മറ്റേ പരിപാടി കഴിഞ്ഞ അടിയാണ് മിസ്സായി പോവുകയും ചെയ്തു.
ആദ്യത്തെ അടി നല്ല കീടിലും പോലെ കൊടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ കറക്റ്റ് മിസ്സായിപ്പോയി. ആയില്ലേ ടൈം? 1 2 3 4 5 6 10 വരെ എണ്ണാന്നേ പറഞ്ഞേ. കഴിഞ്ഞാ അതൊരു പരിപാടിയായിപ്പോയല്ലോ. നല്ല മഴയാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മഴയുള്ളതുകൊണ്ട് ഈ സൗണ്ട് ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. നീ കുറച്ച് അടുത്ത് നിന്നിട്ട് പറയണം കേട്ടോ, പക്ഷേ കടിക്കണം കേട്ടോ, പറയണമല്ല കടിക്കണം. അപ്പം എൻ്റെ ചാൻസാണ് ഇത്. എത്രാമത്തെയാണ്? 3ാമത്തെ കേട്ടോ. 3ാമത്തെ റൗണ്ട് എൻ്റെ ചാൻസ്. 10 വരെ എണ്ണും കേട്ടോ. അതിൻ്റെ മുമ്പ് ഈ സാധനം കടിച്ചു തിന്നിരിക്കണം കേട്ടല്ലോ. എനിക്ക് ബാധകമല്ലേ? ഇവിടെ നല്ല തല്ലല്ലേ കേട്ടോ. അപ്പം 3ാമത്തെ റൗണ്ട് കഴിഞ്ഞാൽ എനിക്ക് എത്ര അടി കിട്ടി? 3 അടി കിട്ടി കേട്ടോ. ഇവക്ക് 1 കിട്ടിയുള്ളൂ. അതൊരുമാതിരി പരിപാടി ആയിപ്പോ. ഇതെന്താ ഇത്? 3ാമത്തെ റൗണ്ടിൽ ഇതെന്താ ഇത്? ചന്ദ്രനാ? കുറച്ച് ഇങ്ങോട്ട് പിടിക്ക്, നോക്കാലോ കേൾക്കുന്നുണ്ടോ? ഈ മഴ പെയ്തിട്ട് തുള്ളി വീഴുന്നതുകൊണ്ട് അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ശ്രദ്ധിക്കണേ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കണം കേട്ടോ. ഈ സാധനം ചിലപ്പം പറ്റിക്കും. കണ്ടാ ചിരിച്ച് അതിൻ്റെ ഇടയ്ക്ക് കടിക്കും, ചിരിച്ചിട്ട് കടിക്കും. കണ്ടാ ആ പറ്റിക്കുന്നത്. ആദ്യത്തെ ഒരു അടി എനിക്ക് മിസ്സായിപ്പോയി. ഇല്ല പൊട്ടിച്ചാലാ ഞാൻ പല്ല് തെറിച്ച് അപ്പുറം പറമ്പിൽ കിടന്നേരെ. കഴിഞ്ഞോ? അയ്യോ എണ്ണം വിട്ടോ. 1 2 3 4 5 6. സൗണ്ട് കേൾക്കല്ലേ, അത് അത്രയല്ലേ ഉള്ളൂ. 7. ഫുള്ള് ഡൈപ്പാണ്. 8. ഒന്നാക്കടി കൈ തരിച്ചിട്ട് പോയി. ആദ്യത്തെ കിട്ടിയതായിരുന്നു, അത് കൈ സ്ലിപ്പായി പോയി. ഇല്ലേ ഞാൻ എൻ്റെ ആറ്റുകാൽ ഭാസ്കര അങ്ങനെ ഒരു ദൈവം ഉണ്ടോ? കഴിഞ്ഞോ? ഇത് 4ാമത്തെ റൗണ്ടാണ്. 4ാമത്തെ റൗണ്ട്. ഓക്കെ, സമ്മതിച്ചു. അമ്മോ 4ാമത്തെ റൗണ്ടാണ്. ഇവളൊരു ചെറുതെടുത്ത. അപ്പം ഞാനൊരു ചെറുതെടുക്കണ്ടേ? ഞാൻ ഒരു തവണയെങ്കിലും ഒരെണ്ണം വിജയിക്കണ്ടേ? 3 അടി കിട്ടി. ഇപ്പം ഇതെന്തുവാ? കൊത്തി ഇറങ്ങണം. അങ്ങനെ വിഴുങ്ങല്ലേ തൊണ്ടേ കൊടുങ്ങ. കഴിഞ്ഞോ? അവസാനം തീരാന്ന് അങ്ങനെ വിഴുങ്ങി. സക്സസ്. ഒരു റൗണ്ട് ജയിച്ചു കേട്ടോ. ഇനി അടുത്ത് ഉള്ള ചാൻസ് ആണ്. ഇത് എത്രാമത്തെ? ഇത് 4ാമത്തെ റൗണ്ട് തുടങ്ങി. 4ാമത്തെ റൗണ്ട് തുടങ്ങി. 4. 4ാമത്തെ. സൗണ്ട് കേട്ടെ? സൗണ്ട് കേട്ടു. ഒരു ചാൻസ് ആദ്യം കിട്ടിയത്, അതെങ്ങനെ സ്ലിപ്പായി പോയി. പിന്നല്ലാണ്ട് അടിക്കണം. എന്താണ് എന്റെ അടിച്ചിട്ട് ചുമന്നത്? ഇത് കണ്ട ഒരുമാതിരി റോസാപ്പൂ പോലെ അടിച്ച് നീര് വെച്ചത് കണ്ടോ?
ഇതെന്നത് വാളോ? റൗണ്ട് 5 കേട്ടോ. റൗണ്ട് 5 നമുക്ക് 10 വരെ വേണോ? 5 വരെ പോലെ. നല്ല രസമുണ്ടല്ലേ? കുത്തും. പൊട്ടിച്ചില്ലേ? എന്തായാലും നടക്കൂല. നേരത്തെ തന്നെ നല്ലോണം അടിച്ചിട്ടുണ്ട്. പ്രാവശ്യം കിട്ടട്ടെ. പല്ല് ഉറപ്പ താഴെ കണ്ടോ? ഇത് 6ാമത്തെ അല്ല, 6ാമത്തെ റൗണ്ട്. 6ാമത്തെ റൗണ്ട്. ഇതൊരുമാതിരി മറ്റേ പരിപാടി ഇത് വേണ്ടായിരുന്നു. ക്യാമറയുടെ മുന്നിലേക്ക് വിടി. അതിൻ്റെ അട്ടയ്ക്ക് കാക്ക കാറിന് പറയുന്നു. നമ്മളെപ്പോഴത്തെ വീഡിയോ എടുക്കുമ്പോൾ കാക്ക കാറും അതൊന്നും അറിയില്ല. കണ്ടോ, ഞങ്ങളെപ്പോൾ വീഡിയോ എടുത്തത് കഴിഞ്ഞ വീഡിയോ ചലഞ്ചിലെടുത്തപ്പോഴും കാക്ക കാറി. കാക്കയ്ക്ക് എന്തോ നമ്മുടെ വീഡിയോട് ഭയങ്കര താല്പര്യമാണ്. വൈറലാവാനായിരിക്കും. അതിൻ്റെ അട്ടയ്ക്ക് സംസാരിക്കുക ഉഡായിപ്പാണ്. ഫുള്ള് ഉഡായിപ്പാണ്. ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് ഉഡായിപ്പിന് കാലും കൈയും വെച്ചതാണ്. ഇത് കടിക്കുമ്പോൾ മാത്രം ഈ കാക്ക കാറുന്നത്. ഇതിൻ്റെ പുറകെ ഒരു കാക്കയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ അവിടെ കണ്ട കാക്ക നമ്മുടെ പുറകെ വരുന്നുണ്ടോ? അയ്യോ തിന്നു കാണിച്ച നാക്ക് കാണിച്ച. അടുത്തത് റൗണ്ട് 7. ഓ, ഇതൊരു മാതിരി തെറിച്ചിരിക്കുന്ന സാധനം. ഇതെന്ത്? ഗെയിം മറന്നു പോയതല്ലോ. അടി വേണമായിരിക്കും. എട്ടാമത്തെ റൗണ്ടാണ്. 8ാമത്തെ. അല്ല ഇത് 7 കഴിഞ്ഞ. ഇത് 7ാമത്തെ. 7ാമത്തെ. അടി കിട്ടി റൗണ്ട് വരെ മറന്നു. കിളി പോയിട്ടൊന്നുമില്ല. നാക്കൊന്നും വേണ്ട. ചേട്ടയ്ക്ക് നൈസായിട്ട് കടിക്കാനുള്ള പരിപാടിയാണ്. ഞാനിങ്ങനെ കൂണ വർത്താനം പറയുന്നതുകൊണ്ട്. ചിരിച്ച് സൗണ്ട് ഇട്ട് കടിക്കുകയാണ് കൈ. എണ്ണാൻ പറ ഇല്ലെങ്കിൽ എന്തോ ഒരു ഞെരിയുന്ന സൗണ്ട്. തീർന്നു. എണ്ണ കേട്ടാ. ഇതില്ലെങ്കിൽ 1/2 മണിക്കൂർ ഇങ്ങനെ പോകാൻ സാധ്യത. 1 2 3 4 ചെവി കേൾവി 5 ചെവി കൊണ്ട് വൃത്തിയാക്കേണ്ട 6 ചെവി അടിച്ചു പോയോ 7 8 നിർത്തണേ 9 കഴിഞ്ഞ് നാക്കാണി തെളിവാണ് നമുക്ക്. 8th round. അങ്ങനെ പെർമിഷൻ ചോദിച്ചിട്ട് അടിക്കാവോ? ചുമന്നായത് എനിക്ക് കവള് നീര് വെച്ചു. എന്നെ നല്ല അടി അടിച്ചായിരുന്നേ. പിന്നെ ഞാൻ പോക്കാത്തോണ്ട് പിന്നെ അടിക്കാൻ പറ്റും. എത്ര റൗണ്ട്? 8th റൗണ്ട്. പല്ലുവേന എടുക്കുന്നു. ആശുപത്രി കൊണ്ട് കാണിക്കില്ല. ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും മിക്കവാറും. അടുത്തോട്ട് കൂടി നോക്കാം നമുക്ക്. സൗണ്ട് കേൾക്കുന്നു.
ആ കേട്ടു 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 നല്ല സൗണ്ട് കേട്ടു എന്താ ആ ശരി ശരി അതൊക്കെ രസമാണ്. ഇനി റൗണ്ട് ഉണ്ടല്ലോ. 9ാമത്തെ റൗണ്ട്. 9ാമത്തെ. 9ാമത്തെ റൗണ്ട്. ചിപ്സ്. അപ്പൊ ഇത് 9ാമത്തെ അടി. ഒരു പ്രാവശ്യം പോലും ജയിച്ചില്ല. ഇല്ല, ഒരു പ്രാവശ്യം പോലും ജയിച്ചില്ല. ഒട്ടുക്കത്തെ ചിപ്സ്. ഇത് 9ാമത്തെ. 9ാമത്തെ റൗണ്ടാണ്. ഒരു ഉപ്പിട്ട നാരങ്ങയുള്ളൂ. തല ഇറങ്ങുന്നു. എന്തൊരു കൂന്നൊരു സൗണ്ട്. ക്യാമറ എടുത്തേക്കോ. ഉട്ടായിപ്പാണ്. ഇനി എനിക്ക് ചെവി കേൾക്കാത്താണോ? നീ എന്താ അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത്? വായുള്ളി അതിനകത്ത് എന്തെങ്കിലും സൈലന്റ് ആയിട്ട് പൊട്ടിക്കാനുള്ള മെഷീൻ ഉണ്ടോ? എനിക്ക് സംശയമില്ല. ചവയ്ക്കുന്നുണ്ട്, പക്ഷെ സൗണ്ട് ഇല്ല. സമ്മതിച്ചു, അതാണ് ഗെയിം. ഇതെന്ത് സാധനം ഇത്? അല്ലല്ലേ അത് തീർന്നാ? ലാസ്റ്റ് റൗണ്ടിലേക്ക് പോവാണ്. ഈ ഒരു റൗണ്ടെങ്കിലും ലാസ്റ്റ് റൗണ്ട്. ഓക്കെ, ലാസ്റ്റ് റൗണ്ടാണ്. 10ാമത്തെ റൗണ്ടാണ്. നോക്കാം നമുക്ക്. മിന്നിക്കോ? മിന്നിക്കത്ത് ഇതല്ലേ? അടിച്ചോടിക്ക്. അതിന്റെ ഇടയ്ക്ക് സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. വായിക്കോടെയാണ്. സൗണ്ടുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ആ പുറപ്പെടുവിച്ച സൗണ്ട് വായിക്കോടെ വന്നാണ്. വീഡിയോ ആണ്, നിങ്ങൾ സൂം ചെയ്ത് നോക്കുക. എങ്ങനെ സൂം ചെയ്യാം? റൗണ്ടെങ്കിലും ജയിച്ചു. ഫസ്റ്റ് റൗണ്ടോ? അല്ല, ജയിച്ച ഒരു റൗണ്ട് ജയിച്ചല്ലോ. ഫസ്റ്റ് റൗണ്ട് അല്ല, ലാസ്റ്റ് റൗണ്ട്. എന്ത് സാധനം? ആയിക്കോട്ടെ, ഇതാ ലാസ്റ്റത്തെ. മഹാനാണ്. കേൾവിക്കുറവുണ്ടോന്ന് ഒരു സംശയമുണ്ട്. പണ്ടാരാണ് കാര്യമായിട്ട്. ആ മുന്നോട്ട് വന്നു നോക്കി. തീർന്നു. അലക്ക തീർന്നു. വെറുതെ പറയാ. ഒരടി പ്രതീക്ഷിച്ച് ഞാനിരുന്നിട്ട് എന്നെ പറ്റിക്കുന്നതാണ്. കവള് കണ്ടിട്ട് തല്ലാൻ പൊത്തിയായിട്ട് പോയി. കവളെൻ്റെയാണ്, എൻ്റെ മാത്രമാണ്. ഈ കൈകൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ്.
വെറുതെ ആയിപ്പോ തീർന്നു. അപ്പം ചെയ്യാം. ഇത് ഞാൻ മറ്റേ തോണി മറ്റേ ഇത് പിടിച്ചതാ, പങ്കായം പിടിച്ച കൈകളാണ്. കണ്ടതല്ല പങ്കായം പിടിച്ചത്, വേറൊരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണണം കേട്ടോ. പങ്കായം പിടിച്ചൊരു വീഡിയോ അപ്പോൾ ഗൈസ് ഞാൻ തിന്നു തീർന്നു. ഞാൻ തോറ്റു, ഇവള് ജയിച്ചു. ഫൈനലി ദ വിന്നർ ഈസ് സിമി. ഇപ്പൊ ചാമ്പ്യനായി കേട്ടോ ഇവിടുത്തെ. അതായത് ഈ ചലഞ്ചിൽ ചാമ്പ്യൻ ഇവളാണ് കേട്ടോ. അപ്പം എന്താണെങ്കിലും ഈ ചലഞ്ചിലൂടെ എൻ്റെ കവിള് വീർത്തു, നീര് വെച്ച് കേട്ടോ. ഇതൊരുമാതിരി മറ്റേത്തെ പരിപാടിയായിപ്പോയി. ഈ ചലഞ്ചിലെ പണിഷ്മെൻറ്റ് കൊണ്ടുവന്നത് ഞാനാട്ടോ. ഇവളെ ഈ ചലഞ്ച് കൊണ്ടുവന്നത്, പക്ഷെ പണിഷ്മെൻറ്റ് കൊണ്ടുവന്നത് ഞാനാണ്. അവസാനം അടി മൊത്തം കിട്ടിയത് എനിക്ക്. അപ്പം എന്താണെങ്കിലും ഇതിനി മരുന്നൊക്കെ പുരട്ടി കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത ചലഞ്ചിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഓക്കെ, കമൻറ്റും കൂടെ ചെയ്യണേ. ഓക്കെ, അപ്പോൾ ശരി.